ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ എല്ലില്ലാത്ത ബീഫ് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ബീഫ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കരുത്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. കാരണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ അല്ലേ. അപ്പോൾ ഇതാ വെച്ചിട്ടുള്ള ബീഫ് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സ്ട്രൈനറിലേക്ക് മാറ്റിയിട്ട് ഒരു ചൂടാറിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ എല്ലാ ബീഫും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പൗഡർ, പിന്നെ 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു അല്പം കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് ഒരു 1/2 ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്നത് തൈര് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. ഇതൊന്ന് കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലെ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് എത്ര ടൈം കൂടുന്നോ അത്രയും ടേസ്റ്റ് ആവും കേട്ടോ. കാരണം നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ ഇതിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. കാരണം നമ്മളിത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.